ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെട്ടിട്ടെ. പരിശുദ്ധ സുറിയാനി സഭ വീണ്ടും ഒരു ആത്മദമനത്തിന്റെയും പ്രസിദ്ധിയുടെയും സ്മരണകൾ പുതുക്കുന്ന വലിയ നോമ്പിന്റെ മധ്യാഹ്നം പിന്നിട്ട് അതിന്റെ പൂർണ്ണതയിലേക്കും അതുവഴി നമ്മുടെ രക്ഷകന്റെ പീഡാനുഭവത്തിന്റെയും കൽവറിയിലെ യാഗത്തിലൂടെ നമുക്ക് നേടിത്തന്ന സ്വർഗീയ രക്ഷയുടെ അനുഭവമാകുന്ന ഉയർപ്പ് പെരുന്നാളിന്റെയും സന്തോഷങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ പ്രാർത്ഥനയോടെ ഒരുക്കുന്ന സന്ദർഭമാണല്ലോ. ഈ അനുഗ്രഹീത ദിനത്തിൽ നിങ്ങളുമൊത്ത് അല്പസമയം പങ്കുവയ്ക്കുവാനായിട്ട് ചുമതലപ്പെട്ടുള്ള വേദഭാഗം ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 28 മുതൽ 59 വരെയുള്ള സ്വർഗീയ വചനങ്ങളാകുന്നു. ഈ വേദഭാഗങ്ങളിലൂടെ നാം പരിശോധിക്കപ്പെടുമ്പോൾ ഇവിടെ യേശു തമ്പുരാൻ തൻ്റെ ദൈവത്വവും തൻ്റെ സ്വർഗീയ ദൗത്യവും ഒക്കെ പ്രഖ്യാപിച്ച് മരണത്തിൽ നിന്ന് മോചനം നൽകുന്ന നിത്യനായിരിക്കുന്ന ഞാൻ ആകുന്നുവെന്ന് പറയുന്നതായ ഐ ആം സെയിങ്സ്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് കർത്താവിൻ്റെ പ്രഖ്യാപനങ്ങളാണ് ഐ ആം സെയിങ്സ്, ഞാനാകുന്നു എന്ന് പറയുന്നതായ വേദഭാഗം. ഇതേ ഭാഗം നമുക്ക് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലും അവിടെ യഹോവയാകുന്ന ദൈവം തമ്പുരാൻ ഞാനാകുന്നു എന്ന് പറയുന്നതായ ആ ഭാഗത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇവിടെ വീണ്ടും കർത്താവിലൂടെ നാം കാണുന്നത്. ഇവിടെ കർത്താവ് പ്രഖ്യാപിക്കുവാൻ, ഈ വേദഭാഗത്തിലൂടെ കർത്താവ് പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ അല്ലെങ്കിൽ അവരുടെ എതിർപ്പ് പൈശാചികമാണെന്നും തൻ്റെ ദൈവത്തോടുള്ള അവരുടെ മത്സരം, അവരുടെ അനാദരവ്, അത് എതിർപ്പുകൾ അത് പൈശാചികമാണെന്നും അത് അവരുടെ ആത്മീയ അന്ധതയാണെന്നും തുറന്നു കാട്ടുവാനായിട്ട് യേശു കർത്താവിടെ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ വ്യാഖ്യാനത്തിലേക്ക് നാം പരിശോധിക്കുമ്പോൾ ഇവിടെ 28-ാമത്തെ വാക്യത്തിലും 57-ാമത്തെ വാക്യത്തിലും ഞാൻ പറഞ്ഞതുപോലെ ഞാനാകുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനെപ്പറ്റി വീണ്ടും കൂടുതൽ പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ ദൈവത്വത്തിന് നിത്യ അസ്തിത്വമുള്ള വ്യക്തമായിരിക്കുന്ന ഒരു എന്താണ് പ്രഖ്യാപനം കർത്താവിടെ നിവർത്തിക്കപ്പെടുകയാണ്. നമ്മുടെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങളോട് പരിശോധിക്കുമ്പോൾ കർത്താവ് സത്യത്തെപ്പറ്റി സംസാരിക്കുകയാണ്. സത്യത്തിലൂടെയുള്ള സ്വാതന്ത്ര്യത്തെപ്പറ്റി കർത്താവ് പറയുകയാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം അബ്രഹാമിൽ നിന്നുള്ള ശാരീരികമായ വംശാവലിയിലൂടെ അല്ല, മറിച്ച് യേശുവിൻ്റെ വചനത്തിൽ വസിക്കുന്നതിലൂടെ, ആ വചനത്തിലൂടെ നേടിയെടുക്കുന്ന ശക്തിയിലൂടെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിൽ നിന്നുള്ളൊരു മോചനത്തെ പറ്റിയാണ് ഇവിടെ ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. യേശു കർത്താവിൽ വിശ്വസിച്ച് അവന്റെ വചനത്തിൽ നിലനിൽക്കുന്നവരാണ് യഥാർത്ഥ ശിഷ്യന്മാരെന്നുകൂടി കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന് പറയുന്നതിലൂടെ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് സത്യമായ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കുമെന്ന്, അത് യേശുവിലൂടെ മാത്രമാണെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. യഹൂദന്മാർ അബ്രഹാമിന്റെ സന്തതികളാണെന്ന് അഭിമാനം പറയുമ്പോൾ പോലും അവര് പാപത്തിന്റെ ദാസത്തിൽ ജീവിക്കുന്നതിനെയാണ് കർത്താവ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് നമുക്കും ഒരു ചൂണ്ടുപലയാകട്ടെ. പലപ്പോഴും നമ്മൾ കർത്താവിന്റെ അനുഭവത്തിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രരാക്കിയിട്ടുണ്ടോ, യഥാർത്ഥമായ അനുതാപത്തിലൂടെയാണ് നാം ജീവിച്ചു പോകുന്നത് ചിന്തിക്കുവാൻ ഈ നോമ്പിന്റെ നാളുകളിൽ നമ്മളെ ഇടയാക്കിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നാം കടന്നു വരുമ്പോൾ, ഇതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, തന്റെ വചനം പാലിക്കുന്ന ആർക്കും ഒരിക്കലും ആത്മീയമായ ഒരു മരണം ഉണ്ടാകുകയില്ലെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് 59-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവിന്റെ വചനങ്ങളിലൂടെ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്കും ആത്മീയരായി മരിക്കുകയില്ല. ശരീരപ്രകാരം നമ്മളൊക്കെ മരണത്തെ കാണുന്നവരാണ്, മരിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. എന്നാൽ സ്പിരിച്വലി, ആത്മീയമായിട്ട് നമ്മൾ ഒരിക്കലും മരണത്തെ കാണുകയില്ല എന്നുള്ള വാഗ്ദാനമാണ് നമ്മളെ ഈ നോമ്പിൽ ദൈവത്തിന്റെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ശക്തരാക്കുന്നത്. അത് ദൈവനിന്ദയായി കാണുന്ന മതനേതാക്കളെ ഒക്കെ പ്രകോപിപ്പിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ഇത് ദൈവത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു വാക്യമായി, വചനമായി നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒന്നുകൂടെ പറയുന്നു, പാപത്തിന്റെ ദാസത്തിൽ നിന്ന് യേശു കർത്താവിലൂടെ മാത്രമേ, അവനുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് മരണത്തിൽ നിന്നുള്ള വിടുതൽ ലഭിക്കുന്നുള്ള ആ പൂർണ്ണ ബോധ്യം ഈ ഭാഗങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. ആയതുകൊണ്ട് ഈ വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ നോമ്പിന്റെ നാളുകൾ നമുക്ക് നേടിയിട്ടുള്ള ആത്മീയ ശക്തി അത് നിലനിർത്തപ്പെടുവാൻ, ദൈവത്തിന്റെ വചനം അത് പ്രലോഭനങ്ങളിൽ അകപ്പെടുന്ന ഒരു അനുഭവമായി, അതിൽ ജയിക്കുന്ന അനുഭവമായി മാറ്റപ്പെടുവാൻ നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മളെ സത്യത്തിന്റെ അനുഭവത്തിലൂടെ സ്വതന്ത്രരാക്കി ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിന്ന് പാപത്തോട് പോരാടി ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ഈ നോമ്പ് നമുക്ക്
ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ അനുഗ്രഹീതമായ ഉദ്യമം നിവർത്തിക്കുന്നതായിരിക്കുന്ന ഷാർജ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി ഇടവയുടെ അനുഗ്രഹീത യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ, അതിൻ്റെ വികാരി, അതുപോലെ തന്നെ പള്ളിയുടെ ചുമതലക്കാരെല്ലാവരോടും സ്നേഹനിർഭരമായി സന്തോഷം അറിയിക്കുന്നതോടൊപ്പം പുനരുദ്ധാനത്തിൻ്റെ സന്തോഷം കൂടി അറിയിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സത്യത്തിൽ നീതിയിൽ വസിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.